എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തൊഴിൽ വാർത്തയുടെ കേരളവും ഭരണ സംവിധാനം എന്ന് പറഞ്ഞൊരു ചെറിയ പോർഷനാണ് നോക്കാൻ പോകുന്നത്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ പൊതുഭരണം എന്ന് പറയാം. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിൻ്റെ ഭാഗങ്ങൾ ആണ്. ഗവൺമെൻറ് സ്ഥാപനമൊക്കെ എന്താണ്? പൊതുഭരണത്തിൻ്റെ ഭാഗം ആണ്. പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ്റെ അഭിപ്രായത്തിൽ പൊതുഭരണം എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന പറഞ്ഞാൽ ആരാണ്? ഗ്ലാഡനാണെന്ന് പറഞ്ഞത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത് ഗ്ലാഡനാണ്. ഇനി പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം: ജനക്ഷേമം ഉറപ്പാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്. പൊതുഭരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജനക്ഷേമം ഉറപ്പാക്കുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുക, അതുപോലെ തന്നെ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ എന്ത് പറയുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിൻസെൻ്റ് ഡി ഗുർണയാണ്. ആരാണ് ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? വിൻസെൻ്റ് ഡി ഗുർണയാണ് എന്ത് ചെയ്തത്? ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പം പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതെന്ന് പറഞ്ഞത് ആരാ? ഗ്ലാഡനാണ്. ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? വിൻസെൻ്റ് ഡി ഗുർണെ. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശ്രേണിപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ശ്രേണിപരമായ സംഘാടനമാണ്, രാഷ്ട്രീയമായിട്ട് നിഷ്പക്ഷമായിരിക്കണം, സ്ഥിരതയുണ്ടായിരിക്കണം, യോഗ്യത അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്, വൈദഗ്ധ്യം ഉണ്ടായിരിക്കും. ശ്രേണിപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉയർന്ന തലത്തിലെ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്നതാണ് ശ്രേണിപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ. പിന്നെ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥന് സ്ഥിരത ഉണ്ടായിരിക്കും. സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി വരെ എന്തുണ്ടാവും? ജോലി ഉണ്ടാവും. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും രാഷ്ട്രീയ നിഷ്പക്ഷത വേണം നമ്മൾ പറഞ്ഞു. നയങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും എന്താണ്? നയങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ പ്രതിഫലിക്കാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയ താല്പര്യം എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ പ്രതിഫലിക്കാൻ പാടില്ല. ഏത് പാർട്ടി വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നയങ്ങൾ നടപ്പിലാക്കണം. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നാണ് അർത്ഥം. ഓരോ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യണം? അവർ വഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: അഖിലേന്ത്യാ, കേന്ദ്രം, സംസ്ഥാനം. അഖിലേന്ത്യാ, കേന്ദ്രം, സംസ്ഥാനം. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരെയാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുത്തിയത്. അപ്പം അഖിലേന്ത്യാ സർവീസിൽ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിലാണെങ്കിലും അവർ കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാന സർവീസിലും എന്ത് ചെയ്യുന്നുണ്ട്? നിയമിക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുക. എക്സാമ്പിളാണ് IPSഉം IAS ഒക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. എന്നാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകൾ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരെ കേന്ദ്ര സർവീസിൽ നിന്ന് ഉൾപ്പെടുത്തിയത്. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുത്തേക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? കേന്ദ്ര സർവീസ് എന്ന് പറയുന്നു. എക്സാമ്പിളാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ഒക്കെ എന്താണ്? കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും എന്താണ്? കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരെ സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുത്തുന്നു. ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ വരുന്ന വകുപ്പുകൾ നിയമിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് സംസ്ഥാന സർവീസ്. എക്സാമ്പിളാണ് സെയിൽസ് ടാക്സ് ഓഫീസർ.
അത്രയാണ് എന്ത് ചെയ്യുന്നത് കേരളം ഭരണ സംവിധാനം ഒരു ചെറിയ പോർഷനായിട്ട് നമ്മൾ SCERTയിലെ കണ്ടന്റ് തന്നെയാണ് തൊഴിൽ വാർത്തയെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് PSC ബുള്ളറ്റിനിൽ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. നമ്മൾ പറഞ്ഞു ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? വിൻസെൻ്റ് ഡി ഗവർണിയാണ്. അതുപോലെ എന്താ പൊതുഭരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞത് N ഗ്ലാഡനും ആണ്. അത് രണ്ടും ഓർത്തിരിക്കുക. PSC ബുള്ളറ്റിനിൽ കുറച്ച് കറണ്ട് അഫെയർസ് ആണ്, 100 കറണ്ട് അഫെയർസ് ഉണ്ട്. അതിൽ നമുക്ക് പറ്റുന്നത്രയും നോക്കാം. അപ്പോൾ 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? എന്താണ് ചോദിച്ചത്? 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന GSTയിൽ ഈ ഇൻവോയ്സ് ഇലക്ട്രോണിക് ഇൻവോയ്സിൻ്റെ പരിധി എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചാൽ 5 കോടി രൂപയാണ്. ഒന്നും കൂടി പറയാം, കറക്റ്റായിട്ട് PSC ബുള്ളറ്റിലെ കറണ്ട് അഫെയർസ് നമ്മൾ എന്തായാലും പക്കയായിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം അവർ PSCക്കാരിടുന്ന കറണ്ട് അഫെയർസാണ്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ 2023 ഓഗസ്റ്റ് 1 GSTയിൽ ഈ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാക്കിയാണ് ഉയർത്തിയെന്ന് ചോദിച്ചാൽ അത് 5 കോടി രൂപയാണ് ആക്കിയത്. ഇനി ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പ്രിയൻ സെയിൻ പങ്കെടുത്ത മിസ് എർത്ത് മത്സരത്തിൻ്റെ വേദി, ഇന്ത്യയെ പ്രതിദാനം ചെയ്തതാരാണ്? പ്രിയൻ സെയിൻ ആണ് മിസ് എർത്ത് മത്സരത്തിന്. അതിൻ്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചത്? വിയറ്റ്നാമിലാണ്. അപ്പം മിസ് എർത്ത് 2023 ആയിരിക്കും. അപ്പം മിസ് എർത്തിൻ്റെ വേദി എവിടെയാണ്? വിയറ്റ്നാമാണ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത ആരാണ്? പ്രിയൻ സെയിൻ ആണ് മിസ് എർത്തിനെ ഇതാക്കിയിട്ട് നമ്മൾ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പോയത്. വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ അത് വിയറ്റ്നാമാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ചന്ദ്രയാൻ 3 ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? എല്ലാവർക്കും അറിയാം, ദക്ഷിണ ധ്രുവത്തിലാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? ഡി ഗുഗേഷ് ഏത് സംസ്ഥാനമാണ്? തമിഴ്നാട് സ്വദേശിയാണ്. എന്താ പ്രത്യേകത? ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. ചെസ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. ഒക്കെ ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ ഡി ഗുഗേഷ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ചെസ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായി പുതിയൊരു മ്യൂസിയം വരികയാണ്. യുഗിൻ ഭാരത് മ്യൂസിയം എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യയിൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പം നമ്മുടെ നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ട് വരുന്ന പുതിയ മ്യൂസിയത്തിൻ്റെ പേരാണ് യുഗിൻ ഭാരത് മ്യൂസിയം. യുഗിൻ ഭാരത് മ്യൂസിയം എവിടെയാണ് വരുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഇന്ത്യയിൽ, ന്യൂഡൽഹിയിലാണ് യുഗിൻ ഭാരത് മ്യൂസിയം വരാൻ പോകുന്നത്. ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ടാണ് യുഗിൻ ഭാരത് മ്യൂസിയം ന്യൂഡൽഹിയിൽ വരാൻ പോകുന്നത്. എവിടെ നടന്ന ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലാണ് ഓജസ് പ്രവീൺ ഇന്ത്യക്കായി സ്വർണം നേടിയ ആദ്യ പുരുഷ താരമായത്? എവിടെ നടന്ന അമ്പെയ്ത്ത് മത്സരത്തിലാണ്? ബെർലിനിൽ. ഓക്കെ, അപ്പോൾ ബെർലിനിൽ ആണ് ഇപ്രാവശ്യത്തെ എന്ത് ചെയ്തത്? ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത്. എവിടെയാണ് ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത്? ബെർലിനാണ്. അതിലെന്ത് ചെയ്തു? ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പുരുഷ താരം സ്വർണം കിട്ടി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഓജസ് പ്രവീൺ. ഓക്കെ, അപ്പം ഓജസ് പ്രവീൺ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അമ്പെയ്ത്താണ്. അപ്പം അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത് ബെർലിനിൽ വെച്ചിട്ടാണ്. എന്ത് കിട്ടി? ഓജസ് പ്രവീണിന് സ്വർണം കിട്ടിയിട്ടുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് എന്ത് കിട്ടും? 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. അപ്പോൾ ശുഭയാത്ര എന്ന് പറഞ്ഞാൽ വേറെയുണ്ട്. അപ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? ശുഭയാത്ര. വിദേശത്ത് പോകുന്നവരോട് ശുഭയാത്ര 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്നു. സംസ്ഥാനത്ത് 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ ഒരേ സിലബസ് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതാ സംസ്ഥാനം? തമിഴ്നാട്. എന്ത് ചെയ്തു? 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരേ സിലബസ് ആക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 700 ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരേ സിലബസ് ആക്കാൻ തീരുമാനിച്ചത് ഏതാ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ അന്തരിച്ചത് 2023 ഓഗസ്റ്റിലാണ്. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് വക്കം പുരുഷോത്തമൻ എന്ന് ചോദിച്ചാൽ എവിടുത്തെ ഗവർണറായിരുന്നു വക്കം പുരുഷോത്തമൻ? മിസോറാമിൻ്റെ ഗവർണറായിരുന്നു വക്കം പുരുഷോത്തമൻ. അപ്പം മുൻ സ്പീക്കറായിരുന്നു വക്കം പുരുഷോത്തമൻ, അന്തരിച്ചു. അദ്ദേഹം ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു ചോദിച്ചാൽ മിസോറാമിൻ്റെ ഗവർണറായിരുന്നു വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്നത്. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലെ
ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ, പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അല്ലെങ്കിൽ കമ്മീഷനാണ് ജി രോഹിണി കമ്മീഷൻ. ഏതാ? ജി